ഹലോ, വെൽക്കം ടു ദ യൂട്യൂബ് ചാനൽ ഓഫ് വ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ്. ഈ ചാനലിലൂടെ ബാങ്ക് ടെസ്റ്റിന് അതുപോലെ തന്നെ PSCക്കും SSCക്കും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുള്ള ഹെൽപ്ഫുൾ ടിപ്സ് ആണ് തരുന്നത്. കൃത്യമായി എല്ലാ എപ്പിസോഡുകളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉറപ്പായും PSC ടെസ്റ്റും ബാങ്ക് ടെസ്റ്റിൻ്റെ എക്സാമും SSCയുടെ എക്സാമും എല്ലാം എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളും അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിനുള്ള ടെക്നിക്സുമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കിൽ ചില വേർഡ്സ് നിങ്ങൾ ആദ്യം, ചില ടേംസ് ആദ്യം പരിചയപ്പെടണം. ഒന്ന് കോസ്റ്റ് പ്രൈസ്, നമുക്കതിനെ CP എന്ന് വിളിക്കാം. മറ്റൊന്ന് സെല്ലിംഗ് പ്രൈസ്, അത് SP എന്ന് പറയാം. മറ്റൊന്ന് പർച്ചേസ് പ്രൈസ്. നെക്സ്റ്റ് മാർക്ക് പ്രൈസ്. കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പർച്ചേസ് പ്രൈസ്, മാർക്ക് പ്രൈസ്. ഈ 4 ടേമുകളിൽ ഒരുപക്ഷെ കോസ്റ്റ് പ്രൈസും പർച്ചേസ് പ്രൈസും സെയിം അല്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അതുപോലെ സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസും സെയിം അല്ലേ എന്നൊരു സംശയം ഉണ്ടായേക്കാം. അങ്ങനെയല്ല. കോസ്റ്റ് പ്രൈസും പർച്ചേസ് പ്രൈസും എല്ലായ്പ്പോഴും സെയിം ആകണം എന്ന് നിർബന്ധമില്ല. അത് രണ്ടും ഡിഫറൻ്റ് ആകാൻ സാധ്യതയുണ്ട്. ദ സെയിം ഈസ് ദ കേസ് വിത്ത് സെല്ലിംഗ് പ്രൈസ് ആൻഡ് മാർക്ക് പ്രൈസ്. I shall explain it. Suppose a person purchases an item for rupees 1000. A person purchases an item for rupees 1000 and he has an expense of say 250 rupees as a transportation cost. He purchased the item for 1000 rupees and there is a transportation cost of 250 rupees. In this case, his purchase price is 1000, but his cost price is 1000 plus 250. So the cost price is 1250. So the cost price actually means the purchase price plus whatever other expenses are there. എന്തെങ്കിലും മറ്റ് എക്സ്പെൻസ് കൂടി ഉണ്ടെങ്കിൽ അത് കൂടി ആഡ് ചെയ്ത്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് മാത്രമാണ് ഒരു കച്ചവടക്കാരൻ അയാളുടെ കോസ്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ വാങ്ങിയ വില മാത്രം നോക്കിയാൽ പോരാ. അയാൾക്കുണ്ടായ മറ്റ് എക്സ്പെൻസും കൂടി അയാളുടെ കോസ്റ്റിന് മേൽ ആഡ് ചെയ്യണം. സിമിലർലി സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസും സെയിം ആകണമെന്ന് നിർബന്ധമില്ല. ഒരു ഐറ്റത്തിന്മേൽ 1000 rupees വില ഇട്ടിട്ടുണ്ട് എങ്കിൽ that 1000 rupees is the mark price. But sometimes when he sell that item, he may give a discount of 10%. 1000 rupees വില ഇട്ടിട്ടുണ്ടെങ്കിലും അയാൾ വിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാകാം. അങ്ങനെ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അയാൾ ആക്ച്വലി വിൽക്കുന്നത് ഇതിന്റെ 10% 100 കുറച്ചിട്ട് 900 rupeesനാണ്. So he gets only 900 rupees. Even though the market price is 1000, he does not get that amount. He gets only
900 rupees. So this is the marked price in that case, and this is the selling price. അപ്പോ സെല്ലിംഗ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഡിഫറൻ്റ് ആകാം. ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടിന്റെ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും സെയിം ആകാം. അതുപോലെ തന്നെ മറ്റ് എക്സ്പെൻസ് ഒന്നും ഇല്ല എങ്കിൽ കോസ്റ്റ് പ്രൈസും പർച്ചേസ് പ്രൈസും സെയിം ആകാം. ബട്ട് ജനറലി ദീസ് ഫോർ ആർ ഫോർ ഡിഫറെന്റ് ടേംസ്. That is the first thing you have to understand. Now, ഒരു സാധനത്തിന്റെ സെല്ലിങ്ങില് ഒരു പ്രോഫിറ്റ് കിട്ടി എന്ന് പറയണമെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം, സെല്ലിംഗ് പ്രൈസ് കൂടിയും കോസ്റ്റ് പ്രൈസ് കുറഞ്ഞും ഇരിക്കണം. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുക. അത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. സോ ദ പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതുപോലെ ലോസ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവുമാകുമ്പോഴാണ്. ഈ കോസ്റ്റ് പ്രൈസിനെയും സെല്ലിംഗ് പ്രൈസിനെയും മറ്റൊരു രീതിയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. കോസ്റ്റ് പ്രൈസ് എന്നുള്ളതിനെ എക്സ്പെൻഡിച്ചർ എന്ന് മനസ്സിലാക്കാം, സെല്ലിംഗ് പ്രൈസിന് പകരം ഇൻകം എന്നും മനസ്സിലാക്കാം. എക്സ്പെൻഡിച്ചർ എന്നും ഇൻകം എന്നും ഉള്ള ടേംസിൽ ക്വസ്റ്റ്യനുകൾ വരുമ്പോഴും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. എക്സ്പെൻഡിച്ചർ ആണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുന്നത്, ഇൻകത്തിനെയാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ലോസ് ഉണ്ടായി എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് കൂടുതലും സെല്ലിംഗ് പ്രൈസ് കുറവും ആകുമ്പോഴാണ്. Therefore, the loss equal to cost price minus selling price. Loss equal to cost price minus selling price. ഇനി ഈ പ്രോഫിറ്റിന്റെയും ലോസിന്റെയും കാര്യത്തില് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നും ലോസ് പെർസെൻറ്റേജ് എന്നും രണ്ട് ടേമുകൾ എപ്പോഴും നമ്മൾ പറയും. പ്രോഫിറ്റ് ആണ് എങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടായി, ലോസ് ആണ് എങ്കിൽ എത്ര പെർസെൻറ്റേജ് ലോസ് ഉണ്ടായി. Normally, this profit and loss are given in terms of percentages. Then you should remember one thing, that both these percentages, profit percentage and loss percentage, both are calculated on cost price. Profit percentage and loss percentage, both are calculated on cost price. അതായത് ഒരാൾക്ക് 10% ലാഭമുണ്ടായി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 10% ലാഭമുണ്ടായി എന്നാണ് അർത്ഥം, അല്ലാതെ സെല്ലിംഗ് പ്രൈസിന്റെ 10% എന്നല്ല. കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം എന്നാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറയുന്നത്. അതുപോലെ ലോസ് പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നായിരിക്കും. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതുപോലെ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. Profit percentage is equal to profit divided by cost price into 100. Loss percentage equal to loss divided by cost price into 100. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും കണ്ടുപിടിക്കാനുള്ള ഫോർമുല. കൂടാതെ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ രണ്ട് പെർസെൻറ്റേജും കണക്കുകൂട്ടേണ്ടത് കോസ്റ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണക്കൂട്ടുന്നതും ലോസ് പെർസെൻറ്റേജ് കണക്കൂട്ടുന്നതും കോസ്റ്റ് പ്രൈസിന്റെ ബേസിലാണ്. ഇനി ഒരാള് ഒരു സാധനം 10% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിനേക്കാൾ 10% കൂട്ടി വിറ്റു. നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജിന്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, 10% കൂട്ടിയെങ്കിൽ അത് 110% ആയി. അപ്പോൾ 10% പ്രോഫിറ്റിനാണ് വിറ്റത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 110% ആയി എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. 20% പ്രോഫിറ്റിന് വിറ്റു എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ 120% ആയി എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഒരു സാധനത്തിന് 10% ലോസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ
അവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 90% ആയി എന്ന് മനസ്സിലാക്കണം. 15% ലോസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ 85% ആയി എന്ന് മനസ്സിലാക്കണം. ഇതാണ് കോസ്റ്റ് പ്രൈസിനെ കുറിച്ചും സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചും നമുക്ക് ബേസിക് ആയി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ ചില പ്രോബ്ലംസ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. ഒന്നിനൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഉപയോഗിക്കുന്ന പ്രോബ്ലംസ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. സോ കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. A sold an item for rupees 8,160 and incurred a loss of 15%. At what price should he have sold the item to have a profit of 25%? A sold an item for rupees 8,160 and incurred a loss of 15%. At what price should he have sold the item to have a profit of 25%? Up here, the selling price equal to 8,160. That is the selling price. But when he sold this item for this amount, he incurred a loss of 15%. 15% loss ഉണ്ടായി അയാൾക്ക്. 15% ലോസ് ഉണ്ടായി എങ്കിൽ ഈ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ 15% കുറവായിരിക്കണം. കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് ലോസ് ഉണ്ടാകുന്നത്. 8,160 വിറ്റപ്പോൾ അവിടെ 15% ലോസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസ് 8,160 എന്നത് കോസ്റ്റ് പ്രൈസിന്റെ 15% കുറവ്. 15% കുറവെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 85% ആണ്. സോ therefore സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 85% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് മനസ്സിലാക്കാം. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 85% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് at what price should he have sold the item to have a profit of 25%? 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വിലയ്ക്ക് വിൽക്കണം? അതിനാൽ for 25% profit, for 25% profit അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ 25% കൂടുതലാകണ്ടേ? എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 125% ആകണം. 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ 125% ആകണം. സോ ഇപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. കോസ്റ്റ് പ്രൈസിന്റെ 85% ആണ് 8,160. കോസ്റ്റ് പ്രൈസിന്റെ 85% ആണ് 8,160 എങ്കിൽ കോസ്റ്റ് പ്രൈസിന്റെ 125% എത്ര എന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? 8,160 ഇപ്പോൾ വിറ്റിരിക്കുന്നത്. ആ വിലയ്ക്ക് വിറ്റപ്പോൾ അയാൾക്ക് 15% ലോസ് ഉണ്ടായി. അതിനർത്ഥം 8,160 ഈസ് 85% ഓഫ് കോസ്റ്റ് പ്രൈസ്. സോ 8,160 ഈക്വൽ ടു 85% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇനി 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 125% വിൽക്കണം. അപ്പൊ എന്ത് വിലക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഉള്ളത് 125% ഓഫ് കോസ്റ്റ് പ്രൈസ് എത്ര? ഇതാണ്. പെർസെന്റേജസിന്റെ എപ്പിസോഡില് നമ്മൾ പറഞ്ഞു A% ഈക്വൽ ടു എക്സ് ആണ് എങ്കിൽ ഇഫ് A% ഈക്വൽ ടു എക്സ് then B% ഓഫ് ഇറ്റ് ഈക്വൽ ടു B/A into X എന്ന ഫോർമുല എടുത്താൽ മതി. A% X ആണെങ്കിൽ B% ഈക്വൽ ടു B/A into X. ഇവിടെ 85% എന്ന് പറയുന്നത് 8160, അതായത് A% is X എന്ന് പറയുന്ന സ്ഥാനത്ത് 85% ഈക്വൽ ടു 8,160 എങ്കിൽ 125% എത്ര? ദാറ്റ് മീൻസ് B% എത്ര എന്നുള്ളതില് അപ്പോൾ A ആയിട്ട് 85,
ബി ആയിട്ട് 125, എക്സ് ആയിട്ട് 8160. So therefore the selling price equal to B by A into X, that is 125 divided by 85 into 8160. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്പറുകൾ കട്ട് ചെയ്ത് ചെറുതാക്കുമ്പോൾ ഇതും രണ്ടും കൂടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125നെയും 85നെയും കൂടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 25 കിട്ടും, ഇവിടെ 17 കിട്ടും. ഈ 17 കൊണ്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാം. 17 into 4 എടുത്താൽ 68 ആണ്. 17 into 4 68 വരും. 17 into 5 85 വരും. 17 into 5 85 ആണ്. 17 into 4 68 ആണ്. 85 ഇല്ല, ഇവിടെ 81 ഉണ്ട്. അപ്പൊ 17 4 ടൈംസ് കിട്ടും. അപ്പോൾ കിട്ടുന്നത് 68 അല്ലേ? 68 കഴിഞ്ഞാൽ ഇവിടെ 13 എന്ന് കിട്ടും. അടുത്ത പ്ലേസ് എടുക്കുമ്പോൾ 136 ആയില്ലേ? ഇവിടെ 17 അത് ആലോചിക്കുമ്പോൾ ഇവിടെ 17 7-ൽ അവസാനിക്കുന്നു, ഇവിടെ 6-ൽ അവസാനിക്കുന്നു. അപ്പോൾ 8 into 7 എടുത്താൽ 56 കിട്ടും. 8 into 7 എടുത്താൽ 56 കിട്ടും. അപ്പൊ 17 times 8 എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പം കിട്ടും. 17 times 8 എന്ന് പറയുമ്പോൾ 8 into 10 80യും 8 into 7 56 അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 136 കിട്ടുമല്ലോ. അപ്പോ ഇവിടെ 136-ല് 8 ടൈംസ് വരുന്നു. സോ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 8 ടൈംസ് വന്നു, then 0. ഇനി 480 into 25 എടുത്താൽ ആൻസർ കിട്ടും. 480 into 25 എടുക്കുമ്പോൾ 25 into 0 25 into 8 200, then remainder 20, 25 into 4 100, റിമൈൻഡർ ഉണ്ടായിരുന്നത് 2 അല്ലേ? 20 അല്ലേ? അപ്പൊ 200 25 into 0 0, 25 into 8 200, remainder 20, 25 into 4 100, 120, 120. So 12,000 rupees-ന് വിൽക്കണം. That is the selling price. ഈ പറയുന്ന 25% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ വിലയ്ക്കാണ് വിൽക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. രമേഷ് പർച്ചേസ്ഡ് 64 items at rupees 450 per item. He invested rupees 1,600 for transportation of these items. What should be the selling price of each item if he has to gain a profit of 20%? Ramesh purchased 64 items at rupees 450 per item. ഒരു ഐറ്റത്തിന് 450 വെച്ചാണ് ഇയാൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ പർച്ചേസ് പ്രൈസ് 450 ആണ്. പർച്ചേസ് പ്രൈസ് 450 per item ആണ്. He invested rupees 1,600 for transportation of these items. നേരത്തെ സൂചിപ്പിച്ചു, പർച്ചേസ് പ്രൈസിന്റെ കൂടെ മറ്റെന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് പ്രൈസ് എടുക്കേണ്ടത്. ഇവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് 1,600 എന്ന് പറയുന്നത് ഈസ് ഫോർ ദിസ് 64 items. ടോട്ടൽ 64 items ഉണ്ട്. ഈ 64 items-നും കൂടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് 1,600. Therefore, transportation cost of one item equal to 1,600 divided by 64 എന്ന് വരും. ഇത് വേണമെങ്കിൽ 16 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. 64 എന്നുള്ളത് 16 into 4 ആണ്. അപ്പൊ 16 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 100 വരും, ഇവിടെ 4 വരും. അഗൈൻ ആ 4 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 25 എന്ന് കിട്ടും. അപ്പോ ഒരു ഐറ്റത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 25 ആണ്. ഒരു ഐറ്റത്തിന്റെ പർച്ചേസ് പ്രൈസ് 450 ആണ്.
Therefore, cost price of one item equal to 450 plus 25, that is 475 എന്ന് കിട്ടി. ഒരു ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ 475 ആയി. ഇനി ക്വസ്റ്റ്യൻ അറിയേണ്ടത്, he has to gain a profit of 20%. 20% ലാഭം അയാൾക്ക് വേണം. അപ്പൊ എന്ത് വിലക്ക് വിൽക്കണമെന്നാണ്. 20% ലാഭം വേണമെങ്കിൽ 20% കൂട്ടി വിൽക്കണം. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാൾ 20% കൂട്ടുക എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 120% വിൽക്കുക. കോസ്റ്റ് പ്രൈസ് ഇവിടെ 475 ആണ്, അതിന്റെ 120%. സോ ദിസ് ഇൻറ്റു 120 by 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി വി കൻ കട്ട് 10. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാമല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 6 കിട്ടി, ഇവിടെ 5 കിട്ടി. ആ 5 കൊണ്ട് ഈ നമ്പറിനെ കട്ട് ചെയ്യാം. 47 5 9 ടൈംസ് വന്നു. 45 പോയിട്ട് പിന്നെ 2, 25 5 ടൈംസ്. അപ്പൊ 95 into 6, അത് 90 into 6 540 plus 30 അല്ലേ. സോ ആൻസർ ഈസ് 570 rupees. 570 rupeesന് വിറ്റാൽ അയാൾക്ക് 20% പ്രോഫിറ്റ് കിട്ടും. അപ്പോ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഇത്രയുള്ള കോസ്റ്റ് പ്രൈസ്, പ്രോഫിറ്റ് വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടണം. എത്ര % പ്രോഫിറ്റ് കിട്ടണമോ അത്രയും % കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടണം. ലോസ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസിൽ നിന്ന് അത്രയും % കുറയും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഏത് ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും ഈ പറഞ്ഞ റൂളുകൾ മാത്രമേ കോസ്റ്റ് പ്രോഫിറ്റും ലോസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാനുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും അടുത്ത എപ്പിസോഡുകളിലൂടെ മറ്റു ടോപ്പിക്കുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ബോക്സിൽ റിമാർക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും അറിയിക്കുക. കൂടാതെ പിന്നെയുമുള്ള എപ്പിസോഡുകൾ കിട്ടുന്നതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ താങ്ക് യു വെരി മച്ച്.